Welcome back guys to another episode. Hope you guys are safe at your homes. In this video, we will discuss the OPPO A5 2020 edition. This phone basically Amazon and Flipkart sale. So in we will discuss is OPPO A5 2020 edition worth buying. Before that, your channel do consider subscribing and don't forget to smash that bell icon. I am Roshan and this is my channel Roshan's Tech. Let's begin. Here OPPO A5 2020 edition launch ഏകദേശം 11 മാസത്തോളം കഴിഞ്ഞു. എങ്കിൽ പോലും പല പോപ്പുലർ വെബ്സൈറ്റ്സിൽ ഇതിപ്പോഴും ടോപ്പ് സെയിലിൽ പോകുന്നുണ്ട്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം ഇത് ഒരു ബഡ്ജറ്റ് ലെവൽ സ്മാർട്ട് ഫോൺ ആണ്. രണ്ടാമത്തെ കാരണം ഇതൊരു ബഡ്ജറ്റ് ലെവൽ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ പോലും ഇതിൽ വരുന്ന സ്പെസിഫിക്കേഷൻ ഇറ്റ്സ് അനദർ ലെവൽ. അപ്പൊ ഇതിന്റെ സ്പെസിഫിക്കേഷനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു OPPO A5 2020 എഡിഷൻ വരുന്നത് ഒരു 6.52 ഇഞ്ചിന്റെ HD+ IPS LCD സ്ക്രീനോട് കൂടിയാണ്. ഈ ഒരു ഡിവൈസ് പവർ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 665 along with a 5000 mAh ബാറ്ററി. അപ്പൊ ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു വലിയ ബാറ്ററി തന്നെയാണ്. അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബാക്കപ്പ് കിട്ടും. പിന്നെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത് ഇൻസൈഡ് ദ ബോക്സ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് Android 9.0 along with ColorOS 6.1. ഇനി നമുക്ക് ഈ ഒരു ഫോണിന്റെ ഇൻ ഡെപ്ത് ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് ഈ ഒരു ഫോൺ വരുന്നത് രണ്ട് വേരിയന്റ്സിലാണ്. ഒന്ന് 4GB RAM 64GB വേരിയന്റും പിന്നെ ഒന്ന് വരുന്നത് 4GB RAM 128GB ROM വേരിയന്റും ആണ്. നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉള്ളത് 4GB RAM 64GB ROM വേരിയന്റ് ആണ്. പിന്നെ കളർ ഓപ്ഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന രണ്ട് കളർ ഓപ്ഷൻസ് ആണ്. ഒന്ന് ഡാസ്ലിംഗ് വൈറ്റ് വിച്ച് ഇസ് വിത്ത് us, പിന്നെ ഒന്ന് വരുന്നത് മിറർ ബ്ലാക്ക് ഫിനിഷ്. ഇതിന്റെ ബാക്ക് ഒരു പോളി കാർബണേറ്റ് ബാക്ക് ആണ്, പ്ലാസ്റ്റിക് അല്ല. മാത്രമല്ല ഇതിലൊരു മിറർ ഫിനിഷ് തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു ഡാസ്ലിംഗ് വൈറ്റ് പ്രത്യേകിച്ച് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം നിങ്ങൾ ശ്രദ്ധിച്ചാലും മനസ്സിലാവും, ഇതിൽ ലൈറ്റ് വീഴുമ്പോൾ ഒരു റെയിൻബോ ടൈപ്പ് ടെക്സ്ചർ നമുക്ക് ലഭിക്കുന്നുണ്ട്, വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ, വെരി ബ്യൂട്ടിഫുൾ. പിന്നെ ഇതിന്റെ മിറർ ബ്ലാക്ക് വേർഷനും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഫോൺ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ പോർട്സ് ആൻഡ് ബട്ടൺസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ബോട്ടം സൈഡിൽ ലഭിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്റ്റീരിയോ സ്പീക്കേഴ്സ്, ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വിച്ച് ഹാസ് ദി സപ്പോർട്ട് ഓഫ് ഡോൾബി ആറ്റംസ്. പിന്നെ അതിന് തൊട്ടിപ്പുറത്ത് വരുന്നത് നമ്മുടെ സി ടൈപ്പ് പോർട്ടാണ്. യെസ് ഗൈസ്, നമുക്ക് ഇവിടെ ലഭിക്കുന്നത് ഒരു സി ടൈപ്പ് പോർട്ടാണ്. പിന്നെ ബോക്സിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ചാർജർ ഒരു 18 വാട്ടിന്റെ ചാർജറും അതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു A to C ടൈപ്പ് USB കേബിളും ലഭിക്കുന്നുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് നമുക്ക് ഇതിന്റെ മൈക്ക് കാണാൻ ലഭിക്കുന്നതാണ്. പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്ത് ഏറ്റവും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് നമ്മുടെ 3.5mm ജാക്ക് ലഭിക്കുന്നുണ്ട്. 3.5mm ജാക്ക് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഈ ഒരു ബോക്സിന്റെ, അതായത് ഇൻസൈഡ് ദ ബോക്സ് നിങ്ങൾക്ക് ഒരു ഹെഡ്ഫോൺ ഒരു ഇയർഫോൺ ലഭിക്കുന്നുണ്ട്, വിച്ച് ഇസ് എ ഗുഡ് തിങ്. ഇനി നമ്മൾ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഇവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ അതിന് തൊട്ട് മേലെയായിട്ട് നമ്മുടെ സിം ട്രേ വരുന്നുണ്ട്. ഇനി സിം ട്രേ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇതിൽ വരുന്നത് ഒരു ഡെഡിക്കേറ്റഡ് സിം ട്രേ ആണ്. അതായത് നിങ്ങൾക്ക് ഇതിൽ 2 മൈക്രോ സിം കാർഡും അതുപോലെ തന്നെ ഒരു മൈക്രോ SD കാർഡും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്, വിച്ച് ഇസ് ഗുഡ്. ഇനി ഇതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പവർ ഓൺ ഓഫ് ബട്ടൺ ലഭിക്കുന്നുണ്ട്. മുകളിലത്തെ സൈഡിൽ നമുക്ക് യാതൊരു പോർട്സും ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഡ്രയർ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കോഡ് ക്യാമറ സെറ്റപ്പ് ലഭിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു കോഡ് ക്യാമറ സെറ്റപ്പിൽ വരുന്നത് ഒരു 12 മെഗാപിക്സലിന്റെ പ്രൈമറി സെൻസർ, പിന്നെ ഒരു 8 മെഗാപിക്സലിന്റെ വൈഡ് ക്യാമറ, പിന്നെ അതിന് തൊട്ടടിയിൽ ഒരു 2 മെഗാപിക്സലിന്റെ മോണോ ലെൻസ്, പിന്നെ ഫ്ലാഷിന്റെ അടിയിലായിട്ട് നമുക്കൊരു പോർട്രേറ്റ് ലെൻസ് വിച്ച് ഇസ് ഓഫ് 2 മെഗാപിക്സൽ. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ മനസ്സിലാവും നമുക്കൊരു FRP ലോക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതിനർത്ഥം ഈ ഒരു ഫോണിൽ നല്ല രീതിയിൽ തന്നെ സെക്യൂരിറ്റി ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ബേസിക്കലി നമ്മൾ ഈ ഒരു ഫോണിന്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരികയാണ്. ഫ്രണ്ട് സൈഡിലോട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നോട്ടീസ് ചെയ്യുന്നത് ഇവിടുത്തെ വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേയോട് കൂടി കൊടുത്തിട്ടുള്ള നമ്മുടെ സെൽഫി ക്യാമറയാണ്. ഇത് ബേസിക്കലി ഒരു 8 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നല്ല പോർട്രേറ്റ്സും ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസും നമുക്ക് ഇതുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഫോണിന്റെ ബെസൽസിലോട്ടാണ്. ബെസൽസ് എന്ന് പറയുമ്പോൾ വലിയ ബെസൽസ് ഒന്നും നമുക്ക് ഇവിടെ കാണാൻ കിട്ടുന്നില്ല. അത്യാവശ്യം നല്ല സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യം, ഈ ഒരു ഫോണിന്റെ റെയർ ക്യാമറയിലൂടെ നിങ്ങൾക്ക് 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതെ ഗൈസ്,
4K നമുക്ക് 60 frames per second ലഭിക്കില്ലെങ്കിലും 30 frames നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. പിന്നെ നമുക്ക് സ്ലോ മോഷനും അതുപോലെ തന്നെ 180p നമുക്ക് 60 and 30 frames per second ഇതിൽ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഇതിന്റെ ഫ്രണ്ട് സൈഡിലെ വീഡിയോ റെക്കോർഡിംഗ് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 180p വീഡിയോസ് ഈ ഒരു ഫ്രണ്ട് ക്യാമറ കൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ് at 30 frames per second. ഇനി നമുക്ക് ഫോണിന്റെ പെർഫോമൻസിലേക്ക് കിടക്കാം. പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ ഇതിൽ സ്നാപ്ഡ്രാഗൺ 665 ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു ഹൈ ലെവൽ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല, കാരണം ഇതൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആണ്. എങ്കിൽ പോലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ മൾട്ടി ടാസ്കിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ യൂസിനും നല്ല രീതിയിൽ ഈ ഒരു ഫോൺ പെർഫോം ചെയ്യാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇതിന്റെ സത്യാവസ്ഥ. പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ അത് നമുക്ക് സെക്യൂരിറ്റിയുടെ സംഭവം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്കൊരു FRP ലോക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൽ നമ്മുടെ ഫേസ് അൺലോക്കും ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് FRP ലോക്ക് ജസ്റ്റ് അതിന്റെ സ്പീഡ് ഒന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ എന്താ ജസ്റ്റ് കം ഓൺ ബേബി, മൈ ഗുഡ്നസ്, ജസ്റ്റ് നോക്കി അത്രയും ഫാസ്റ്റ് ആണ് ഈ ഒരു FRP. ഇനി നമുക്ക് ഫേസ് അൺലോക്ക് നോക്കുകയാണെങ്കിൽ ഒരു മിനിറ്റ്, അത്രേ ഉള്ളൂ. ഞാൻ FRP കൈ വയ്ക്കുന്നില്ല. ഓക്കെ, അത്രയും ഫാസ്റ്റ് ആണ് ഈ ഒരു ഫോൺ. ഓക്കെ, ഇനി ഞാൻ ഫേസ് കാണിക്കുന്നില്ല. മൈ ഗുഡ്നസ്, സോ സ്പീഡി മാൻ. അപ്പോൾ നല്ലൊരു സെക്യൂരിറ്റി സിസ്റ്റം തന്നെയാണ് ഇതിൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഓഡിയോ ആൻഡ് വീഡിയോ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ലഭിക്കുന്നത്, വിച്ച് ഹാസ് ദി സപ്പോർട്ട് ഓഫ് ഡോൾബി ആറ്റംസ്. അതുകൊണ്ട് തന്നെ നല്ലൊരു സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഒരു സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, വോളിയം ഫുള്ളാക്കിയിട്ടുണ്ട്. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. അതായിരുന്നു നമ്മുടെ ഓഡിയോ ടെസ്റ്റ്. ഇറ്റ് വാസ് ഗുഡ് ഗൈസ്. ഇനി നമ്മൾ കിടക്കുന്നത് ഈ ഒരു ഫോണിന്റെ വീഡിയോ ക്വാളിറ്റി ടെസ്റ്റിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു HD+ സ്ക്രീൻ ആണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിങ്ങൾക്ക് മാക്സിമം 720p വരെയാണ് വീഡിയോസ് കാണാൻ കഴിയുള്ളൂ. എങ്കിൽ പോലും നല്ല രീതിയിൽ കളേഴ്സും കോൺട്രാസ്റ്റും ഈ ഒരു സ്ക്രീനിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 400 നിറ്റ്സിന്റെ സ്ക്രീനാണ്. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല, ഞാനിപ്പോൾ ഇതിൽ ഇട്ടേക്കുന്നത് ഹാഫ് ബ്രൈറ്റ്നസ്സിലാണ്. എങ്കിൽ പോലും നല്ല രീതിയിൽ ഇതിന് ബ്രൈറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ക്വാളിറ്റിയുടെ ടേംസിലാണെങ്കിൽ ഈ ഫോണിന് നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ ഗെയിമിംഗ് പെർഫോമൻസിലോട്ട് കിടക്കുകയാണ്. ഗെയിമിംഗ് പെർഫോമൻസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇതിൽ ഹൈ ഡെഫിനിഷൻ ഗെയിമിംഗ് ഒന്നും സാധിക്കില്ലെങ്കിലും നല്ല രീതിയിൽ മീഡിയം ഗ്രാഫിക്സിലിട്ട് ഫ്രെയിം ഡ്രോപ്പ് ഒന്നും വരാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ഇത് ഗെയിം കളിക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ ഞാൻ ഈ കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കുമ്പോൾ ഞാൻ ഇട്ടേക്കുന്ന സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ലോ ഗ്രാഫിക്സിൽ എക്സ്ട്രീം FPS കൂടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ഫ്രെയിം ഡ്രോപ്പും ഇതിൽ കാണാൻ കിട്ടിയിട്ടില്ല. നല്ല രീതിയിൽ തന്നെ എനിക്ക് ഗെയിം കളിക്കാൻ കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ ഗെയിമർ ഒന്നുമല്ല, അതുകൊണ്ട് തന്നെ എന്നെ ഗെയിം പ്ലേ വലിയ രസമൊന്നും ഇല്ല കാണാൻ. പക്ഷേ ആസ് എ യൂസർ ഇതിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഗെയിം കളിക്കാൻ കഴിയും എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പം ലാസ്റ്റ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് വരികയാണ്. അപ്പൊ ഈ ഒരു OPPO A5 2020 എഡിഷൻ നിങ്ങൾ വാങ്ങുന്ന പൈസയ്ക്ക് ലാഭകരമാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഐ വുഡ് ഡെഫിനറ്റ്ലി സേ ദാറ്റ് ഇറ്റ് ഇസ് വർത്ത് ബൈയിങ്. കാരണം നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഇതിന് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഹൈ ലെവൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരിക്കലും ഹൈ ലെവൽ പെർഫോമൻസ് ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയില്ല. എന്നാലും ഡേ ടു ഡേ ലൈഫ് യൂസേജിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു 4GB 64GB വേരിയന്റ് വാങ്ങിയപ്പോൾ എനിക്ക് ആമസോണിൽ ഏകദേശം എനിക്ക് തോന്നുന്നു അറൌണ്ട് 12,000 ഉള്ളിൽ എനിക്ക് ഇത് ലഭിച്ചു. ഒറിജിനൽ പ്രൈസ് എനിക്ക് തോന്നുന്നു 13,990 സംതിങ് ആണ്. പ്രൈസ് എന്തായാലും രണ്ട് വേരിയൻസിന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാത്രമല്ല ഈ ഒരു രണ്ട് വേരിയൻസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യാം, നിങ്ങൾക്ക് അത് വഴി കയറി വാങ്ങാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. ഹോപ്പ് യു ഗൈസ് ലൈക്ക് ദാറ്റ്. ഈ ഒരു ഫോൺ വാങ്ങാൻ പോകുന്നവർക്ക് നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ do not forget to like this video and also share this video with your friends and family.
So, till the next time we meet, it's me, Roshan signing out from Roshan Techs. Goodbye.